പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ശ്രീതു അർജുൻ കോംബോ ഇന്നത്തോടുകൂടി വൈൻഡപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അമ്മ കുറേ ഉപദേശങ്ങൾ ശ്രീതുവിന് കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അമ്മ പോയതിനു ശേഷം ഇതുവരെ ശ്രീതു അർജുൻ്റെ അടുക്കലേക്ക് ചെല്ലുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ശ്രീതുവിന്റെ അമ്മയുടെ സമീപനത്തിൽ നിന്ന് തന്നെ അർജുന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മി എന്താണ് പറഞ്ഞിട്ട് പോയത് എന്ന് ചോദിക്കാൻ പോലും അർജുൻ ശ്രീതുവിന്റെ അരികിലേക്ക് ചെന്നില്ല. രണ്ടാൾക്കാരുടെയും കുടുംബങ്ങൾ ഒരുമിച്ച് ആ വീടിനകത്തേക്ക് കയറിയത് കൊണ്ട് തന്നെ ഇന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കുകയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോവുക. ഇരു കുടുംബങ്ങളും തമ്മിൽ നല്ല സൗഹാർദ്ദത്തിലായിരിക്കുമോ, എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ സൂചനകൾ ലഭിക്കുമോ, ഇതൊക്കെയായിരുന്നു. പക്ഷേ ആ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒട്ടും തന്നെ അടുത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. സാധാരണ ഒഴിവ് സമയങ്ങളിൽ ശ്രീതുവും അർജുനും ഒരുമിച്ച് സമയം ചിലവിടുന്നതാണ് ലൈവിൽ നിരന്തരമായിട്ട് ഈ 1-2 ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്ന കാര്യം. എന്നാൽ ഇന്ന് പതിവിൽ വ്യത്യസ്തമായിട്ട് ശ്രീതുവും ജിൻഡോയും തമ്മിൽ ഒരുമിച്ച് സംസാരിക്കുന്നു ദീർഘനേരം. ആ കാഴ്ചയാണ് കണ്ടത്. ജിൻഡോ കുറേയേറെ കാര്യങ്ങൾ ശ്രീതുവിനോട് പറഞ്ഞു കൊടുത്തു. ജിൻഡോയുടെ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെയും എൻ്റെ മനസ്സ് പറയുകയാണ്, ഈ മനുഷ്യനെ ആയിരുന്നോ മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരും ഒരുമിച്ച് വോട്ട് ചെയ്യുകയും മണ്ടൻ എന്ന പട്ടം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുകയും ചെയ്തത് എന്ന്. ജിൻഡോ മണ്ടനല്ല എന്ന് മാത്രമല്ല, അതീവ ബുദ്ധിമാനും അവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങളെയും വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുറത്തുനിന്ന് വന്നു കയറിയ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർ സംസാരിക്കുന്ന ഓരോ വാക്കുകൾക്കകത്തും പുറം ലോകത്തിന്റെ അലയൊലികൾ എന്തൊക്കെയാണ് കേൾക്കാൻ സാധിക്കുക, ഇതെല്ലാം വളരെ ജാഗ്രതയോടെ ജാഗരൂകനായിട്ട് അയാൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ശ്രീതുവിന്റെ അമ്മയുടെ ആറ്റിറ്റ്യൂഡ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം ശ്രീതുവിനോട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നിനക്ക് ജനത്തിന്റെ ഇടയിൽ ഒരു സ്ഥാനമുണ്ട്, ഒരു വിലയുണ്ട്. ഇത്രയും കാലം കൊണ്ട് നീ നേടിയെടുത്ത ഒരു പേരുണ്ട്. സീരിയൽ മേഖലയിലാണെങ്കിലും നിനക്ക് നിന്റെ കരിയറിനോടുള്ള ബന്ധത്തിൽ നീ എവിടെയൊക്കെയാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അവിടെ നിന്നെല്ലാം നിനക്ക് ലഭിച്ചിട്ടുള്ള ഒരു കൂട്ടം ആരാധകരുണ്ട്. അവരുടെ നടുവിൽ നിനക്കൊരു പേരുണ്ട്. അതുമായിട്ടാണ് നീ ഇതിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത്. ആ പേര് കളഞ്ഞു കുടിക്കുവാൻ നീ ശ്രമിക്കരുത്. ആ ഗ്രാഫ് അവിടുന്ന് മുകളിലേക്ക് ഉയർത്തുകയാണ് വേണ്ടത്. ഇനി ഒരു പക്ഷേ അത് ഉയർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് താഴേക്കൊരു തുള്ളി പോലും അത് പോകുവാൻ അനുവദിക്കരുത്. അതെ, വളരെ വ്യക്തമായ സൂചനകൾ വീണ്ടും ജിൻഡോ കൊടുക്കുകയാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഈ വീട്ടിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വഴിയിൽ കൂടി നീ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരോഗ്യമുള്ള 2-3 ആൾക്കാർ വന്നിട്ട് നിന്നെ പിടിച്ചു നിർത്തുകയാണ്. അവർ നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പിടിച്ച ആൾക്കാരുടെ മുകളിലേക്ക് നിനക്ക് കയറി അവരെ കുതറി രക്ഷപ്പെട്ടു പോകുവാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അവർ നിന്റെ മുകളിലും നീ അവർക്ക് താഴെയുമായി തീർന്നിരിക്കുകയാണ്. അതിനൊരവസരം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ഈ വീട്ടിൽ ഒരാൾക്ക് പോലും നിന്റെ മുൻപോട്ടുള്ള നീക്കത്തെ തടസ്സപ്പെടുത്തി അവർക്ക് നിന്റെ മുകളിലേക്ക് കയറുവാനുള്ള ഒരു അന്തരീക്ഷം നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഒരൊറ്റ മനുഷ്യനെ പോലും ഒരു കാര്യത്തിലും ഈ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്യുവാൻ പാടില്ല. ഇവിടെ ആരോടും ഒരഭിപ്രായവും ചോദിക്കില്ല. ഞാൻ അങ്ങനെയാണ്. എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഒരാളിനോട് പോലും ഞാൻ ഒപ്പീനിയൻ ചോദിക്കാൻ പോകില്ല. അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല. അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും അവരെടുക്കും. നീ ഇവിടെ ചെയ്ത പല കാര്യത്തിൻ്റെയും ക്രെഡിറ്റ് വേറെ പല ആൾക്കാരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രീതുവിന് ഒരമ്പരപ്പ്, ഞാൻ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് വേറെ ആൾക്കാർ എടുത്തിട്ടുണ്ടെന്നോ? അതാരാണ്? ഉണ്ട്. അങ്ങനെ നീ ചെയ്ത പല കാര്യങ്ങളുടെയും ക്രെഡിറ്റ് എടുത്തിരിക്കുന്ന പല ആൾക്കാരും ഈ വീട്ടിലുണ്ട്. നിന്റെ കൂടെ നടന്നിട്ട് ക്രെഡിറ്റ് എടുക്കുന്ന ആൾക്കാർ. ഇനി അതിനുള്ള അവസരം നീ കൊടുക്കരുത്. അത് അർജുനിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് വ്യക്തമാണ്. ശ്രീതു ഇതെല്ലാം ശാന്തമായി മൂളി കേൾക്കുകയാണ്. ഒടുവിലായി ജിൻഡോ ഇങ്ങനെ കൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഓരോ അമ്മമാരുടെയും മറ്റുള്ള ഓരോ ആൾക്കാരുടെയും എന്നോടുള്ള സമീപനം നീ ശ്രദ്ധിച്ചോ? എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. എന്താണ് അതിൻ്റെ കാരണം? ആ ഇഷ്ടമാണ് എനിക്ക് ആവശ്യമുള്ളത്. ആ ഇഷ്ടം അവരുടെ ഉള്ളിൽ കൊടുക്കുവാൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് ഞാൻ കളിച്ചിട്ടുമുള്ളത്. മറ്റുള്ളവർക്ക് നമ്മളോട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറിപ്പറ്റുവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ ജിൻഡോയെക്കുറിച്ചാണോ നിങ്ങൾ മണ്ടനാണ് എന്ന് പറയുന്നത്? അയാൾ മണ്ടനല്ല എന്ന് മാത്രമല്ല, അതീവ ബുദ്ധിമാനുമാണ്. ആള് പുലിയുമാണ്. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ജിൻഡോയുടെ മനസ്സിനകത്തുള്ളൂ. അത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നറായി മാറുക എന്നുള്ളത് മാത്രമാണ്. എവിടെ നിന്നാണ് ജിൻഡോ തുടങ്ങി വെച്ചത്? കൂട്ടയാക്രമണങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ നിന്നാണ് അയാൾ തുടങ്ങിയത്. ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ കളിച്ചു മുന്നേറുകയും വിജയം കാണുകയും ചെയ്യണമെങ്കിൽ ശക്തി മാത്രം പോരാ, തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടാകണം, ബുദ്ധി ഉണ്ടാകണം എന്നുള്ള ക്രൂരമായ പരിഹാസം കേട്ടുകൊണ്ടാണ് അയാൾ കളി ആരംഭിച്ചത്.
ഇന്നിപ്പോൾ എതിരാളികളെ ബഹുദൂരം പിൻപിലാക്കിക്കൊണ്ട് അയാൾ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജിൻഡോ എന്ന പടക്കുതിരയെ ഇനി പിടിച്ചു കെട്ടുക എന്നുള്ളത് അസാധ്യമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം.